നാട്ടില് കാറാഞ്ചി വൈറ്റ് ആണ്, ഇവിടെ ബ്ലാക്ക് ആണ്. മനസ്സിലായോ? നല്ല ടേസ്റ്റുള്ള മീനാണ്. നോർവേയിൽ നിന്ന് വരുന്ന മീനാണ്. നോർവേയിൽ നിന്ന് വരുന്ന മീനാണ്. അടിപൊളി ഐറ്റംസ് ആണ്. പുറത്ത് നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ തൊപ്പി വയ്ക്കാണ്ട് ഭയങ്കര ചൂട് പറഞ്ഞാൽ കട്ടയ്ക്ക് വെയിലും ഉണ്ട് കാറ്റും ഉണ്ട് പുറത്ത്. ഓക്കെ, തൊപ്പി വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. എന്തായി മോയത് പോയി മലയാളിയാ? നമ്മളെ വണ്ടി ഇത് തന്നെ വർക്ക്ഷോപ്പ്. ഓക്കെ. في سر شوف هذا ايوه تراك بعد هذا بارك هذا ما في بارك في ار ان دي ما في هذا ما في بعدين سوي كذا ريفيس سوي كذا طيب جيب سياره هنا وين ايوه കാണുന്ന വണ്ടിയുടെ അടിയിലേക്ക് വർക്ക്ഷോപ്പിലുള്ള ഈ മെക്കാനിക്കലൊക്കെ ഒന്ന് പണിയുന്നുണ്ട്. ഈ നല്ല ചൂടാണ് ഇപ്പോൾ. ചൂടത്ത് അവർ പാവം കാണുമ്പം തന്നെ നമുക്ക് കഷ്ടം തോന്നും. ഇവിടെ ഈ കാണുന്ന വണ്ടികളെല്ലാം ഈ വർക്ക്ഷോപ്പിലൊക്കെ വന്നതാണ്. ഇതെല്ലാം വർക്ക്ഷോപ്പ് ഏരിയകളാണ്. കംപ്ലീറ്റ് ഈ ഏരിയ മൊത്തം വർക്ക്ഷോപ്പ് ഏരിയകളാണ്. വണ്ടി പണിയുന്നതിൻ്റെ ഒരു ഹൈഡ്രോളിക് മെഷീൻസാണ് ഈ കാണുന്നതെല്ലാം ഈ വർക്ക്ഷോപ്പിൽ. ഭയങ്കര പൊടിക്കാറ്റ് ഇപ്പോഴത്തെ ഓണർ അതിവിടെ കൊണ്ടിട്ടേക്കുക. കാണുന്ന ഒരു ഹൈവേ ആണ്, ദമാം ജുബൈൽ ഹൈവേ ആണ്. മൊയ്തീൻ ഭായ് അതിനകത്ത് കയറി നിൽക്കുവാണ്. വണ്ടിയുടെ കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനകത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാകുന്ന അറിഞ്ഞുകൂടാ, ചോദിച്ചു നോക്കട്ടെ. ഇതെല്ലാം ലോക്കൽ വർക്ക്ഷോപ്പുകളാണ്, കമ്പനി വർക്ക്ഷോപ്പുകളല്ല, ലോക്കൽ വർക്ക്ഷോപ്പുകളാണ് ഈ ഏരിയ മൊത്തം. അപ്പം ഞാൻ വർക്ക്ഷോപ്പിന് എൻ്റെ ഓണറിനോട് ചോദിച്ചു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ 2 വണ്ടിയിലായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ ഒരു വണ്ടി ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് മൊയ്തീൻ ഭായ് ഇനി ഡ്രൈവ് ചെയ്യുന്നു, ഞാൻ വണ്ടിക്കകത്ത് കയറുന്നു. ലൊക്കേഷൻ ഇട്ടാ എങ്ങനെ പോകണം? അത് ശരി, പോകാൻ വഴി അറിയത്തില്ല. ഇല്ല, നമുക്ക് ഇതിൽ അറിയത്തില്ല. ഇവിടെ 15 വർഷമായെന്ന് പറഞ്ഞിട്ട് ഈ റൂട്ടൊന്നും അറിയത്തില്ല. ശരി, ഞാൻ 1 മിനിറ്റ്. നമ്മൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുവാണ് പോകേണ്ട വഴി. ഹോം അടിച്ചപ്പോൾ എൻ്റെ നാട്ടിലെ വീടിൻ്റെ ഇതാണ് വന്നത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് അടിച്ചു. Northwest on Daran Jubail Branch Road, then turn right. ഇവിടുന്ന് റൈറ്റ്. ഇവിടുന്ന് Head northwest on Daran Jubail Branch Road. In 300 meters, turn right. 300 meters. ചൂട് എത്ര ഡിഗ്രി ഉണ്ടോ വണ്ടിയിൽ? 44 ഡിഗ്രി കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഫിഷ് മാർക്കറ്റിലേക്ക് ഒരു 4 മിനിറ്റും കൂടെ കാണിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ട്രാഫിക്കിൽ നിൽക്കുകയാണ്, ട്രാഫിക് സിഗ്നലാണിത്. ഫിഷ് മാർക്കറ്റിലെത്തി. എൻട്രൻസ് നമ്പർ 4 ഞങ്ങൾ എത്തിയത്. 3 എൻട്രൻസ്. ഇത് എൻട്രൻസ് 3ാമത്തെ നമ്പറാണ്. അപ്പുറത്ത് കാണിക്കുന്നത് 4ാമത്തെ. फिश मार्केट यही है अंदर है. फिश मार्केट उधर वो साइड लास्ट. അപ്പോൾ ഇവിടെ അല്ലെന്നോ? ഇവിടെ പച്ചക്കറി. ഇത് പച്ചക്കറിയാണ്. നമുക്ക് ഇതിനകത്തൂടെ വേണമെങ്കിൽ കയറി പോകാമല്ലോ നടന്നു. വണ്ടിയിൽ പോകുന്നത് എന്തിനാ? ദൂരം ഉണ്ടത്. നോക്ക് ഫിഷ് മാർക്കറ്റ് എവിടെ ഉണ്ട്? ആദാ ലെഫ്റ്റ്. അതെന്തോ ടവർ പോലെ കാണുന്നത്. കുമിൾഡാട്ടി. എന്തൊരു കുമിലാട്ടി? കുമിലാട്ടി. അതെന്താന്ന് വെച്ചാല് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡ് നോക്കിയാൽ അറിയാൻ പറ്റും. എന്താ ഒരു വലിയ ടവർ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും അറിയാമെന്നുള്ള ഈ ഭാഗത്തുള്ള ആരെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇതെന്തോ ഒരു ടവറാണ്, എന്തോ സംഭവമാണ്. വലിയ ടവർ കേട്ടോ. കാണുന്ന ബോർഡ് വണ്ടിയിലേക്ക് പാർക്കിംഗ് ഫീസൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. ടവറിനെ പറ്റി എന്താണെന്നുള്ള അറിയില്ല. അറബിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷ് മാർക്കറ്റ് കിതറ? ഫിഷ് മാർക്കറ്റ് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകണമെന്ന് ഫിഷ് മാർക്കറ്റ്.
100 വട്ടം വരുന്ന നമ്മളാണ്. പക്ഷേ നമ്മൾ ഈ വർഷപ്പ് ഏരിയയിലേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ വഴി കൺഫ്യൂഷൻ, ടോട്ടൽ കൺഫ്യൂഷൻ. ആ അതവിടെ എഴുതിയിട്ട് ആ ബോർഡ് കാണിച്ചു കൊടുക്കുക. മീറ്റ് ഫിഷ് ആൻഡ് പൗൾട്രി മാർക്കറ്റ്. ഇവിടെ ബോർഡ് കണ്ടു. ബോർഡാണ് ഇപ്പം മൊയ്തീൻ പോയി വായിച്ചത്. മീറ്റ് ഫിഷ് ആൻഡ് പൗൾട്രി മാർക്കറ്റ്. നമ്മളിതാ ഫിഷ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ആ കാണുന്ന ഫിഷ് മാർക്കറ്റ് എന്ന ബോർഡ്. മീറ്റ് ഫിഷ് ആൻഡ് പൗൾട്രി മാർക്കറ്റ് ദമാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇത് ചിക്കനാണ്. ചിക്കൻ അല്ല പൈ ഇവിടെ ഇപ്പുറത്തെ ഈ സൈഡ് എവിടെ 15 രൂപ എന്തോന്നു ഹൗ മച്ച്? 15 riyals. 50? 15. 150? 15? Yes. 15. Matti have? Matti. Squid, ചെമ്മീൻ. എന്നാ ഇതെടുക്കി. കണവ എടുക്കും. ആ കണവ എടുക്കി, ഇതെടുക്കി. അങ്ങനെ എനിക്ക് നോക്കി ഉഷാറിലായിട്ട് പെട്ടെന്ന് അയല മീൻ 1 കിലോ 1 കിലോ ഹൗ മച്ച്? 15 രൂപ. രണ്ട് 25 രൂപ. ഇതെടുക്കണം. ആ ഇതെടുക്കാം. അത് പിന്നെ നോക്കിയിട്ട് വരുന്നത് നോക്കി 18 നാട്ടിലെക്കാളും വരും. എത്ര കിലോ? നമുക്ക് അയലപ്പാലം 1 കിലോ നല്ലത്. നമുക്ക് അയലപ്പാര വാങ്ങിക്കാൻ. ഇതല്ലേ ഇതാ നല്ലത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നോക്കിട്ടോ ഞാൻ പറഞ്ഞ നാട്ടാറാണ്. കട്ട് ചെയ്ത് തരണേ. ക്ലീൻ ചെയ്ത് ചെറിയ പീസായി. ആ മീഡിയം പീസ്. നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അയലപ്പാരയാണ് വാങ്ങിയത്. അതുപോലെ തന്നെ മത്തി എത്രയാന്ന് പറയുന്നത്? മത്തി 18. നല്ല നൈമത്യം. നല്ല ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 10 റിയാൽ കിട്ടും. 18 റിയാല. പക്ഷെ നല്ല ഉണ്ട്. നമ്മൾ അപ്രോക്സിമേറ്റ് 1 റിയാലെന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ നാട്ടിലെ 21 റിയാലാവും. ഇവിടെ വലിയ മീനൊക്കെ ഇരിക്കുന്നത് 21 റിയാലാണ് 1 റിയാലെന്ന് പറയുമ്പോൾ ഏകദേശം. അപ്പോൾ ഞാനൊരു ആവറേജ് കാൽക്കുലേറ്റർ കണക്കാണ് പറയുന്നത്. കറക്റ്റായിട്ടല്ല, കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളത് കാൽക്കുലേഷൻ ചെയ്ത് പോകണം. 1 കിലോ മത്തി ഇവിടെ 18 റിയാലാണ്. 1 കിലോ അയലപ്പാര 15 റിയാൽ. അപ്പം അയലപ്പാരയെക്കാളും വില കൂടുതലാണ് ഇപ്പോൾ മത്തിക്ക്, നാട്ടിലെ പോലെ തന്നെ. ഇതെന്തൊരു മീനാണ്? ഇത് വച്ചാന്ന് പറയും. വച്ച. എത്ര? ബിരിയാണിക്കാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ കിലോ 25 രൂപ. കിലോ 25. കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ആഗ്രഹം. അത് ശരി. മീൻ്റെ പ്രത്യേകത വച്ച. വച്ചെന്ന് പറയും. നിങ്ങളുടെ നാട്ടിലെവിടെ? ഞാൻ മലപ്പുറം. മലപ്പുറം. കാളാഞ്ചി ഉണ്ട്. നാട്ടിൽ കാളാഞ്ചി വൈറ്റാണ്, ഇവിടെ ബ്ലാക്കാണ്. മനസ്സിലായോ? നല്ല ടേസ്റ്റുള്ള മീനാണ്. ഗ്രില്ല് ചെയ്യാനൊക്കെ നല്ല മീനാണ്. ഗ്രില്ല് ചെയ്യാനുണ്ടല്ലോ, ഓപ്പൺ ആക്കിയിട്ട് ഗ്രില്ല് ചെയ്യാൻ ഇത് ഫിഷ് നമ്മൾ ഏത് കടലിൽ നിന്നാണ് വരുന്നത്? ഇത് കൂടുതൽ വരുന്നത് ജുബൈലിൽ നിന്ന്. ജുബൈൽ ഹാർബർ. ജുബൈൽ. അപ്പൊ ഇത് 15ഉം അത് 10, 25 അല്ലേ? നാട്ടില് ഞാൻ തിരുവനന്തപുരത്ത്. പ്രോപ്പർ തിരുവനന്തപുരം തന്നെ. കഴക്കൂട്ടമെന്ന്. കഴക്കൂട്ടം. എൻ്റെ പേര് സജു. നമ്മുടെ പേര് യാസ്. ഈ ചേട്ടൻ വിളിച്ചു. എന്താ? നമ്മൾ ബ്ലോഗിങ്. നമ്മളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. വലിയ സെറ്റപ്പം പോലെ ഒരു 5-6 വീഡിയോ ഇട്ട്. എവിടെ നാട്ടിൽ? തിരുവനന്തപുരത്ത്. എവിടെ? ഞാൻ കഴക്കൂട്ടം. ചേട്ടൻ പേരെന്താ? നിങ്ങളവിടെ തന്നെ മറ്റേ ഓനുണ്ടല്ലോ, എന്ത് പേര് പറഞ്ഞില്ല. മറ്റേ കാർത്തിസൂര്. മംഗലാപുരത്ത്. കഴക്കൂട്ടത്തിന് അപ്പുറത്താണ് മംഗലാപുരം. പിന്നെ ആൾക്കാർ ഇത് എടുത്തു കൊടുക്കും. അവൻ്റെ പേര് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാർ ടിക്ടോക്കിലൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. ഇത് വലുത് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചൂരയിരിക്കുന്നു.
നമ്മൾ എന്തൊക്കെ വാങ്ങി? അയലപ്പാറ ഓരോ കിലോ വെച്ച് മേടിച്ചല്ലേ? ശരി ശരി. ഫിഷ് മാർക്കറ്റ് ഇവിടെ എല്ലാം ഫിഷ് കടകളാണ്. ഞങ്ങൾ വന്ന ഉടനെ നമ്മളെ മലയാള സുഹൃത്തുക്കളെ കണ്ടപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വേറെ ഒരിടത്തും പോകില്ലല്ലോ, മലയാളികളുടെ അടുത്തല്ലേ വരും. എന്ന് പറയുന്നൊരു മീനാണ്. എന്താ ഇത്? സാൽമോൺ. ഇത് നോർവേയിൽ നിന്ന് വരുന്ന മീനാണ്. നോർവേയിൽ നിന്ന് വരുന്ന മീനാണ്. അടിപൊളി ഐറ്റംസ് ആണ്. വേണ്ട സാൽമോൺ ഫിഷ് വില കൂടിയത് മാത്രമല്ല, ഭയങ്കര ഉപയോഗമുള്ള, നല്ല ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ പ്രോട്ടീൻസ് ഒക്കെ ഉള്ള. എത്ര റിയാലാണ് ഇത്? ഇത് വരുന്നതാണ്, ഇതിങ്ങനെ വരുന്നതാണ്. ഇത് പ്ലേറ്റിൽ വരുന്നതാണ്. അതായത് ഇത് നല്ല ഫുള്ള് കട്ട് ചെയ്ത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഒഴിവാക്കിയതിനു ശേഷം വരുന്ന മീനാണ്. ഒരു കിലോ ഇന്നത്തെ വില എന്ന് പറയുന്നത് 55 റിയാലാണ്. ഇത് കയറി ഇറങ്ങി ചിലപ്പോൾ 70 60 വരും. പിന്നെ ഇത് ചിലപ്പോൾ ഒരു 45 റിയാൽ സംടൈം അങ്ങനെയൊക്കെയാണ്. പക്ഷെ നല്ല മീനാണ് കേട്ടോ. നമ്മൾ എപ്പോഴും പൈസ ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മേടിച്ചിരിക്കുന്ന മീനാണ്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താലും കിട്ടില്ല. നമുക്ക് ഇവിടെ ഉള്ള സമയത്തൊക്കെയാണ് നമുക്ക് മേടിക്കാനൊക്കെ. ഒരു മീൻ ഏകദേശം ഈ മീൻ ഇപ്പോൾ ഏകദേശം ഒരു 4-4.5 കിലോ മീൻ ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്ന് ഉച്ചക്കൂടെ സൈസ് കുറഞ്ഞ മീനുകൾ 2 കിലോ 2.5 കിലോ ഇതൊക്കെ നമ്മൾ എത്രയോ പ്രൈസുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭക്ഷണ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവൻ യൂട്യൂബിലും ചെയ്ത് കൊടുക്കും. യൂട്യൂബ് കരുതിയാ ഇത് യൂട്യൂബ് ഫേസ്ബുക്ക് यूट्यूब में डाल दिया पैसा? അണേ പൈസ കൊടുക്കും. ആണോ? അത് അടിയണോ? എത്ര അടിച്ചു? അടിച്ചെണ്ണ? അടിച്ചു 30 രൂപ. ഓക്കെ. भाई देख लो पैसा आ गया. അപ്പോൾ ഞങ്ങൾ പറഞ്ഞേട്ടാ. അപ്പോൾ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടാ. അപ്പോൾ കാണാം. ഓക്കെ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ ശരി. ഇടയ്ക്ക് വരുമ്പോൾ കാണാം. പോട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങി. നമ്മൾ രണ്ടുപേരും കൂടെ മീൻ മാർക്കറ്റിൽ നിന്ന് ഇനി പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കണവയൊക്കെ ഇരിക്കുന്നുണ്ട്. ജീവനോടെയുള്ള മീൻ കേട്ടോ, വെള്ളത്തിൽ കിടന്നു. വെജിറ്റബിൾ മാർക്കറ്റിലെത്തി നമ്മൾ. നമ്മുടെ നാട്ടിലാണൊക്കെ തന്നെ അല്ലേ? പിന്നെ പച്ചമുളകാണ് നമുക്കെല്ലാം ഉണ്ട്. തൂമുണ്ട് തന്നെ ഉണ്ട്. ഇവിടെ എല്ലാം വില കുറവാണ്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ഈ മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ചായ കുടിച്ചിട്ട് പോകുന്നു. ചായ കുടിക്കണ്ടേ? രാവിലെ ഒന്ന് കഴിച്ചില്ല. ബായ് ടീക്കേ. അപ്പം നമുക്ക് ഇറങ്ങാമല്ലോ അല്ലേ? മീൻ മാർക്കറ്റ് ഇതിനെ മീനൊക്കെ കൊണ്ട് ഇറക്കുന്ന സ്ഥലമാണ്. പക്ഷെ വേണ്ട, കംപ്ലീറ്റ് വാഷ് ചെയ്തെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഇത് ലേലം എടുക്കുന്ന സ്ഥലമാണ്. ലേലം? ലേലത്തിൽ വിളിക്കുമല്ലേ? ഫിഷ് ആക്ഷൻ. അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്, ഫിഷ് ആക്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വണ്ടികൾ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഞങ്ങൾ വണ്ടി ആ സൈഡിലാണ് കണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കണം. ഷ്രിംസ് കൊണ്ടുവരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. അതെ. നമ്മൾ വണ്ടി തപ്പി കിടക്കുകയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ വണ്ടി എവിടെ കൊണ്ടിട്ടെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായി. മൊയ്തീൻ വണ്ടി തിരക്കി കിടക്കുകയാണ്. നമ്മൾ ഈ ബോർഡറിൽ ആദ്യം കാണിച്ചു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിരിക്കും നമ്മൾ വണ്ടി ഇട്ടത്. വണ്ടിയാണ് നമ്മളിപ്പോൾ തിരക്കി നടക്കുന്ന സുഹൃത്തുക്കളെ. വണ്ടി കാണാനില്ല. വണ്ടി ഇട്ട സ്ഥലം മറന്നുപോയി. നമ്മൾ വണ്ടി ഇട്ടത് ആ ബോർഡല്ലേ നമ്മൾ കണ്ടത്. ആ ബോർഡല്ലെന്നാണ് മൊയ്തീൻ പറയുന്നത്. മാർക്കറ്റിൻ്റെ ഔട്ട് സൈഡിൽ ഞങ്ങൾ 4 സൈഡും കിടന്ന് നമ്മളെ വണ്ടി
തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത ഏത് ഭാഗത്താണെന്ന് അറിയില്ല. എല്ലാം ഒരുപോലെ ഇരിക്കും ഏകദേശം. ഈ സൈഡും ആ സൈഡും എല്ലാം ഒരുപോലെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾക്കറിയിൽ നമ്മളിപ്പോൾ വണ്ടി ഏകദേശം വണ്ടി ഇട്ടൊരു സ്ഥലത്ത് എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ ആ ഗേറ്റ് ആ 4 പോയത്. ഗേറ്റ് 4 നമ്മൾ നോക്കിയായിരുന്നു നമ്പർ. ആ അതാണ് നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്തു. ആ നമ്മുടെ വണ്ടി ആ ഭാഗത്ത് കിടപ്പുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ ഇതുവഴിയാണ് കയറിയത്. മാർക്കറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കഴിക്കണ്ടേ? ഏതായാലും ഹോട്ടലിൽ കയറി കഴിക്കാം. ഇപ്പോൾ സമയം 11:30 മണി കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ കാപ്പിയൊന്നും കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇനി ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഹോട്ടലിൽ നോക്കണം. മജിം ഭായ്, നമുക്ക് റാക്കിലോട്ട് പോയാലോ? റാക്ക് പുതിയൊരു ഹോട്ടൽ വന്നില്ല, ആ ഹോട്ടലിലോട്ട് പോയാലോ? എന്താ കറി ഹൗസാ? കറി ഹൗസിൽ പോയാലോ? ഓക്കെ, അപ്പോൾ അവിടെ പോവാം. ഓക്കെ അപ്പോൾ റാക്കല മാപ്പ് ഇടട്ടാ? ഇട്ടോളി. വേണ്ട വേണ്ട, നമുക്ക് റൂട്ട് അറിയുന്നില്ല. അറിയാലോ? ഓക്കെ വേണ്ട. എന്തിനാ ഇത് നമുക്കിപ്പം ദോഹാവാണ് അടുത്തുള്ളത്. അപ്പൊ നമുക്ക് ദോഹാല് ജൂബിലി റെസ്റ്റോറന്റിൽ പോവാ, മീൻകറിയും ചോറും കഴിക്കാം. അപ്പൊ കറി ഹൗസ് പിന്നീട് പോവാല്ലേ? അതെ, അപ്പൊ അടുത്തുള്ളത് ദോഹ. ശരിയാണ്. അപ്പൊ നമുക്ക് അവിടെ പോകണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നിങ്ങള് വണ്ടി ഓടി വന്നപ്പം ഹൈവേ ഈ ഹൈവേ ഒന്നും എടുത്തോളൂ. ആൾക്കാർക്ക് ഈ ഹൈവേ ഒന്നും തൊട്ടടുത്തുള്ള ഹോട്ടൽ എന്ന് പറയുന്നത് വേറൊരു ഹോട്ടലാണ്. അപ്പൊ ആ ഹോട്ടലിലോട്ട് പോയി കഴിക്കാൻ ഈ റോഡ് ഒന്നും കടിച്ചു കൊടുക്കും. ഓക്കെ, ബസ് പോകുന്നുണ്ടോ? ഇത് ഗവൺമെന്റ് ബസ് അല്ല അല്ലേ? പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ബസ്. അറാംകോട ബിൽഡിംഗ്. അറാംകോട ബിൽഡിംഗ് എന്ന് ഇത് അടുത്ത് പോകുമ്പോൾ ഇല്ല, ഒത്തിരി ദൂരെയാണ് അറാംകോട ബിൽഡിംഗ്. ഇത് അടുത്ത് പോവാം. നോർവേന്ന് കൊണ്ടുവന്ന മീനിനെ പറ്റി സംസാരിച്ച അദ്ദേഹം ആ ഫിഷ് മാർക്കറ്റ് ചെയ്യുന്നില്ലേ, അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ളതാണ്. ആറ്റിങ്ങിലല്ലേ? കൊല്ലമല്ല, തിരുവനന്തപുരത്ത് ആറ്റിങ്ങിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലെത്തിയല്ലേ? ഹോട്ടൽ കഴിഞ്ഞില്ലേ? ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ദോഹയിലെ ഒരു ചെറിയൊരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ ഞങ്ങൾ എത്തി സുഹൃത്തുക്കളെ. ഇപ്പം എന്തായിരുന്നാലും സമയം ഇപ്പോൾ എത്രയായി? 12 മണിയായി. അതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഒഴിവായി. അപ്പോൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങി നല്ല വെയിൽ. അപ്പോൾ ഇതാണ് ആ ഹോട്ടൽ. നമ്മൾ 2 ഊണ് പറഞ്ഞു. മൊജിമ്പായി കഴിച്ചു തുടങ്ങി. എന്തൊക്കെ ഉണ്ടെണ്ണ? എന്ത് കറിയത്? വെണ്ടയ്ക്ക, അങ്ങനെ പിന്നെ മാങ്ങാച്ചാറ്, പപ്പടം, സാമ്പാർ, മീൻ ചാറ്, പിന്നെ ഇതെന്താ ഒരു തോരനാണ്, പിന്നെ മീൻ ഫ്രൈ കൊണ്ടുവന്നു 2 പീസ്. എനിക്ക് 7 പീസ്. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഊണൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി സുഹൃത്തുക്കളെ. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോഴേ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോഴെപ്പോഴും പറയും പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുകയാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.